നമസ്കാരം. ആരോഗ്യസേവയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് SCT ഹോസ്പിറ്റൽ CEO കേണൽ രാജീവ് മണാലിക്കൊപ്പമാണ് നമ്മളുള്ളത്. സ്വാഭാവികമായും ആരോഗ്യ രംഗത്തെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം, ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഡോക്ടർമാരുമായാണ് സംസാരിക്കാറുള്ളത് അസുഖങ്ങളെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും. പക്ഷേ ഇത് ഹെൽത്ത് സെക്ടറിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട PPPs ഇൻ ഹെൽത്ത് സെക്ടർ അഥവാ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് അതിനെക്കുറിച്ചാണ്. ഒരുപാട് അവെയർ അല്ലാത്തൊരു വിഷയമാണ്. അപ്പോൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ, വാട്ട് ഈസ് PPPs? ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് വളരെയധികം നമ്മൾ സംസാരിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. ഈ ഏറ്റവും നല്ലൊരു ഉദാഹരണം പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിന് നമ്മൾ കണ്ടത് കോവിഡ് കാലത്താണ്. ഒരു സമൂഹം ഒന്നായി ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ആ കാലഘട്ടത്തിൽ കണ്ടത്. അതിൽ സർക്കാർ സംവിധാനമെന്നോ സർക്കാരേതര സംവിധാനമെന്നോ വലിയ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസമില്ലാതെ തന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. ശരിയായ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് അങ്ങനെയാണ് ആവേണ്ടത്. അപ്പോൾ കോവിഡ് കാലത്ത് ഇത് സാധിച്ചെങ്കിൽ അതിനു മുമ്പും അതിനു പിമ്പും എന്തുകൊണ്ട് അതേ രീതിയിൽ അതേ ചുറ്റുപാടിൽ ഇത് വ്യാപിപ്പിക്കാൻ സാധിക്കുന്നില്ല? അതായിരിക്കണം ഒരു വിഷയം നമ്മുടെ ഭരണകർത്താക്കളും അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റുള്ളവരും ചിന്തിക്കേണ്ടത്. ഈ ഒരു സീംലെസ് അല്ലെങ്കിൽ അതിർത്തികളില്ലാത്ത ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എങ്ങനെ സാധ്യമാക്കാം? അതുകൊണ്ട് എന്തൊക്കെ നേട്ടങ്ങൾ ആരോഗ്യരംഗത്തിന് പൊതുവെ ഉണ്ടാക്കാം? ഈ വക കാര്യങ്ങളെക്കുറിച്ചാണ് അറ്റ് ദ പോളിസി ലെവൽ അല്ലെങ്കിൽ സ്ട്രാറ്റജി ലെവൽ നമ്മൾ ചിന്തിക്കേണ്ടതും ആ ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഐഡിയാസ് വെച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടതും. കേരളം ആരോഗ്യരംഗത്ത് ഒരു മോഡൽ സംസ്ഥാനമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേരള മോഡൽ എന്നൊരു ഒരു പറച്ചിൽ തന്നെ ഇപ്പോൾ ഉണ്ട് മിക്ക കാര്യങ്ങളെക്കുറിച്ചും. അങ്ങനെയാണെങ്കിൽ അത് സത്യമാണ്. അത് എങ്ങനെ ഇനി കൂടുതൽ വിപുലീകരിക്കാം? ഈ കേരള മോഡൽ, പുതിയ മോഡലുകൾ ആ മോഡലിനകത്ത് തന്നെ എങ്ങനെ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിൻ്റെ ഒരു ആദ്യപടിയായിട്ടാണ് ഞാൻ ഇതുപോലെയുള്ള ചർച്ചകൾ കാണുന്നതും അതിനെ മനസ്സിലാക്കുന്നതും. ഇപ്പോൾ കോവിഡ് കാലത്ത് ഇത്തരം പബ്ലിക് പ്രൈവറ്റ് സെക്ടർ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പൊക്കെ നടപ്പിലാക്കുന്നത് ആ ഒരു സാഹചര്യം കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ നിപ്പ വരുന്നു അല്ലെങ്കിൽ അത്തരം ഈ പറഞ്ഞ പോലെ ഒരു വല്ലാത്തൊരു പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ ഒന്നിച്ച് നിൽക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഒരുമയുള്ളൊരു രാജ്യമാണ് നമ്മുടെ. അതുകൊണ്ട് തന്നെയാണ് അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഒരുമിക്കുന്നത്. പക്ഷെ അതെപ്പോഴും പ്രാവർത്തികമാക്കാനും അതിൻ്റെ പ്രാക്ടിക്കലി അത് എത്രത്തോളം പോസിബിളാണ് ഈ ഹെൽത്ത്, പ്രത്യേകിച്ച് ഹെൽത്ത് സെക്ടർ എന്ന് പറഞ്ഞാൽ വലിയൊരു ബിസിനസ് ഒരു സാഹചര്യം കൂടെയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു രീതി? മാത്രമല്ല ഒരു മെഡിസിൻസിനൊക്കെ വല്ലാത്ത വിലയാണ്, ഒരു ചികിത്സാ രീതികൾ എല്ലാത്തിനുമൊക്കെ അത്രയേറെ പറഞ്ഞ എക്സ്പെൻസീവായൊരു മേഖലയും കൂടെ ആയതുകൊണ്ട് എങ്ങനെയാണ് ഈ PPPs കേരളത്തിൽ സാധ്യമാകുന്നത്? അതൊരു വളരെ നല്ല ചോദ്യമാണ്. ഇതുപോലെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ എല്ലാ തലങ്ങളിലും ചോദിക്കേണ്ടത്. ഭരണകർത്താക്കൾ തമ്മിലും ഭരണകൂടത്തിനകത്തും അതുപോലെ പുറത്ത് ബാക്കി ഇതിൽ ഈ രംഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളവരും സ്വയം ചോദിക്കേണ്ടതും ഉത്തരം കണ്ടുപിടിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണിത്. ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ എവിടെയാണ് ഈ പാർട്ട്ണർഷിപ്പ് സാധ്യമാവുക? ഗവൺമെൻറ്റിന് ചിലവ് വരുത്തുന്നതിൽ പല കാര്യങ്ങളിലും പരിമിതികളുണ്ട്. ഒരു പ്ലാൻഡ് ബഡ്ജറ്റിനകത്ത് നിന്ന് വേണം ഗവൺമെൻറ് പ്രവർത്തിക്കാൻ. ആൻഡ് എല്ലാ മേഖലകളിലും ഈ മൂലധനത്തിനുള്ള ഡിമാൻഡ് വളരെ അധികമാണ്. അപ്പം അതുകൊണ്ട് തന്നെ
ഹെൽത്ത് കെയറിന് വേണ്ട മൂലധനം പലപ്പോഴും ചിലവഴിക്കാൻ സർക്കാരുകൾക്ക് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലായാലും സാധിക്കാതെ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏതൊക്കെ മേഖലകൾ, ആരോഗ്യരംഗത്ത് ഏതൊക്കെ മേഖലകൾ കൊണ്ടുവരണം, എങ്ങനെയാണ് ഈ ഒരു ഒത്തുചേരൽ അല്ലെങ്കിൽ ഈ പാർട്ട്ണർഷിപ്പ് പ്രാവർത്തികമാക്കേണ്ടത്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എല്ലാം സർക്കാർ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് സാധ്യമാകാൻ ഇനിയും വളരെയധികം സമയം എടുക്കും, ഇന്ത്യ പോലൊരു രാജ്യത്ത്, കേരളം പോലൊരു സംസ്ഥാനത്തും. അപ്പോൾ എൻ്റേതായിട്ടുള്ളൊരു തോട്ട് പ്രോസസ്സ് ഇതിൽ സർക്കാർ യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ ആണ് നമ്മൾ വിഭാവനം ചെയ്യുന്നതെങ്കിൽ നമുക്ക് തരം തിരിക്കാം ഈ യൂണിവേഴ്സൽ ഹെൽത്ത് കെയറിനെ. ഒന്ന്, പ്രാഥമിക ആരോഗ്യം, അത് വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു സംഗതിയാണ്. നമ്മുടെ കേരളത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ 4-5 കിലോമീറ്റർ ചുറ്റളവിലും ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട്. പിന്നെ അംഗൻവാടികൾ, അതുപോലെ ആശാ കേന്ദ്രങ്ങൾ എല്ലാം ഉണ്ട്. എല്ലാ താലൂക്കിലും ഒരു താലൂക്ക് ആശുപത്രിയുണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ഡിസ്ട്രിക്റ്റ് ആശുപത്രികളുണ്ട്. പിന്നെ ഡിസ്ട്രിക്റ്റ് ആശുപത്രികളുടെ അതേ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് ആശുപത്രികളുമുണ്ട്. അതിൽ ഉപരിയായിട്ട് മെഡിക്കൽ കോളേജുകൾ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുണ്ട്, പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഈ സംവിധാനങ്ങളൊക്കെ നിലവിൽ നിൽക്കുമ്പോഴും ഇപ്പോഴും ബുദ്ധിമുട്ടുകൾ പലയിടങ്ങളിലും ജനം അനുഭവിക്കുന്നുണ്ട്. അത് ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ആ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴും നമ്മളിടയ്ക്ക് കേൾക്കാറുണ്ട്, മെഡിക്കൽ കോളേജിലും മറ്റ് ആശുപത്രികളിലും ബെഡ് പോരാത്തതുകൊണ്ട് ചിലപ്പോൾ നിലത്ത് കിടക്കേണ്ടി വരുന്നുണ്ട് ചില രോഗികൾക്ക്. ഈ ഒരു സിറ്റുവേഷൻ മാറ്റണമെങ്കിൽ നമ്മൾ വളരെ കാര്യമായി ആലോചിച്ച് ചില തീരുമാനങ്ങൾ എടുക്കാതെ പറ്റില്ല. എൻ്റെ ഒരു സജഷൻ ഈ കാര്യത്തിൽ, ഒന്ന്, പ്രാഥമിക ആരോഗ്യം അത് ഗവൺമെൻറ് തലത്തിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സെക്കൻഡറി കെയർ, കുറച്ചും കൂടെ കെയർ വേണ്ട ഏരിയകളിൽ നമ്മൾ സെക്കൻഡറി കെയറിന് തിരിച്ചിട്ടുള്ള ആ കെയർ അതും ഗവൺമെൻറ് കഴിയുന്നതും നോക്കുകയാണെങ്കിൽ പൊതുവിൽ ഒരു ജനങ്ങളുടെ ആരോഗ്യത്തിന് ഒരു സംരക്ഷണം മിക്കവാറും വേണ്ടെടുത്ത് കിട്ടിക്കഴിഞ്ഞിരിക്കും. പിന്നീട് വരുന്നത് ടേഴ്ഷ്യറി ആൻഡ് കോർഡിനറി കെയറാണ്. അത് ഇപ്പോൾ ക്യാൻസർ പോലെയുള്ള, അതല്ലെങ്കിൽ സർജറീസോ ഹൈ എൻഡ് സർജറീസോ ഒക്കെ വരുന്ന ആ മേഖലയിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും കൂടുതൽ വേണ്ടത്. പ്രാഥമികാരോഗ്യത്തിനും സെക്കൻഡറി കെയറിനും അത്ര വലിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ ആവശ്യം വരുന്നിടത്ത് അത് പ്രൈവറ്റ് സെക്ടറിനെ അവിടെ കൊണ്ടുവരികയും പ്രൈവറ്റ് സെക്ടറുമായിട്ട് ചേർന്ന് ടേഴ്ഷ്യറി ആൻഡ് കോർഡിനറി കെയർ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ ഒരു വലിയ പരിധി വരെ പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് സഫലമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളും ഉണ്ടാകുകയും വേണം. അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ തന്നെ നടക്കണം. പലർക്കും തോന്നാം ഇത് പ്രൈവറ്റ് സെക്ടർ ടേഴ്ഷ്യറി ആൻഡ് കോർഡിനറി കെയർ എടുത്തു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും എന്നൊക്കെ ധാരണയുള്ളവരുണ്ടാകാം. പക്ഷേ അതൊക്കെ എങ്ങനെ പ്രാവർത്തികമാക്കാം? ഒന്ന്, മറ്റൊന്നിനെ ഉപദ്രവിക്കാത്ത വിധത്തിൽ, അല്ലെങ്കിൽ സർക്കാർ സംവിധാനം, ഇതിൽ കോമ്പറ്റീഷനൊന്നുമില്ല. എന്തിനാണ് കോമ്പറ്റീഷൻ? രണ്ട് സംവിധാനങ്ങളും ഒരുപോലെ ഒന്നുചേർന്ന് പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. അതിനുവേണ്ട ചുറ്റുപാടുകൾ ഒരുക്കുകയാണ് സർക്കാർ തലത്തിലും അതുപോലെ പ്രൈവറ്റ് പാർട്ടീസിനെ കൂടെ ചേർത്ത് അവരുടെ സ്ട്രെങ്ത്സ് ഉൾക്കൊണ്ടുകൊണ്ട് ആ സ്ട്രെങ്ത്സ് ഡെവലപ്പ് ചെയ്ത്, അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളിൽ വേണ്ട സംഗതികളെല്ലാം എല്ലായിടത്തും പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യരംഗത്തിൻ്റെ മുഖച്ഛായ തന്നെ ഇനിയും മാറും. ഈ മോഡൽ, കേരള മോഡൽ, ഒരു അതിസുന്ദരമായ കേരള മോഡലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതിനാണ് ശ്രമം വേണ്ടത്.
പല രീതിയിലും പ്രൈവറ്റൈസേഷൻ വരുന്നത്, പല മേഖലകളിലും വരുന്നത് രാഷ്ട്രീയമായിട്ടൊക്കെ വലിയ എതിർപ്പ്, സാമൂഹ്യപരമായിട്ടൊക്കെ വലിയ എതിർപ്പ് വരാറുണ്ട്. പ്രത്യേകിച്ച് ഹെൽത്ത് സെക്ടറിലേക്ക് അത്തരം ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ പലപ്പോഴും ഒരു ആരോപണങ്ങളുള്ളത്, ഇപ്പോൾ കേരളം നമ്പർ 1 ആണ് ആരോഗ്യ മേഖലയിലെന്ന് പറയുമ്പോഴും ഒരുപാട് മെഡിക്കൽ കോളേജുകളുണ്ട്, അവിടെ മികവുറ്റ ഡോക്ടർമാരുണ്ട്. പക്ഷെ എങ്കിലും പ്രൈവറ്റ് മേഖലയെ സഹായിക്കാനാണ് ഇത്തരത്തിൽ അലംഭാവം കാണിക്കുന്നത്, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയെ അത്രത്തോളം സർക്കാർ പരിഗണിക്കാത്തത് പ്രൈവറ്റ് സെക്ടറിനെ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിലുള്ള ഹോസ്പിറ്റലുകളെ സഹായിക്കാനാണ് എന്ന ആരോപണം പല ഘട്ടങ്ങളിലും ഉയർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ ഈ പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് എന്നൊരാശയം മുന്നിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലായ്പ്പോഴും വികസനങ്ങൾക്കും അല്ലെങ്കിൽ പുതിയൊരു കാര്യത്തിനൊക്കെ എപ്പോഴും ഒരുപാട് എതിർപ്പുകളൊക്കെ വരുന്നതാണ്. അപ്പോൾ എങ്ങനെയായിരിക്കാം കേരളത്തിലൊരു സാഹചര്യത്തിൽ ഇത്തരമൊരു വിഷയം, അത് എത്ര നാളെടുക്കും നമുക്ക് ഇങ്ങനെ ഇതൊരു സാക്ഷാത്കാരത്തിലേക്ക് വരണമെങ്കിൽ? നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ഒരുമിച്ച് ചർച്ച ചെയ്ത് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു പോളിസി, ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചുറച്ചാൽ അത് പ്രാവർത്തികമാക്കാൻ വേണ്ട ബലം, അല്ലെങ്കിൽ അതിന് വേണ്ട മനോബലം നമ്മുടെ സംവിധാനങ്ങൾക്കുണ്ട് എന്നുറച്ച് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. എന്തുകൊണ്ടോ അത് നടക്കുന്നില്ല. ഇതിൽ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടും പല ആരോപണങ്ങൾ ഉയർത്തിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ആരോഗ്യരംഗത്ത് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ സർക്കാർ തലത്തിൽ സാധിക്കുമോ? അതിനു വേണ്ട മൂലധനം മാറ്റിവെക്കാൻ സർക്കാരിന് കഴിയുമോ? ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് പ്രത്യേകിച്ച് ഞാനായിട്ട് പറയുന്നതല്ല. അങ്ങനെയാണെങ്കിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പ്രൈവറ്റ് പാർട്ടീസിനെ കൊണ്ടുവരാം, മൂലധനം എപ്പോഴും ആര് ഇറക്കിയാലും, നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് പറയുകയാണെങ്കിൽ സർക്കാർ ഒഴിച്ച്, അതിനൊരു ഔട്ട്കം വേണം, അതിനൊരു റിട്ടേൺ വേണം. ഔട്ട്കംസും റിട്ടേൺസും ഇല്ലാതെ സർക്കാരുകളെ പോലെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പ്രവർത്തിക്കാൻ സാധ്യമല്ല. കാരണം ലാഭകരമല്ലെങ്കിൽ ഏത് ഉദ്യമവും പരാജയപ്പെട്ട് പിന്തിരിഞ്ഞു പോകാനല്ലല്ലോ ആരും ഈ ഉദ്യമത്തിലേക്ക് വരുന്നത്. ഈ ഉദ്യമം കൊണ്ട് എല്ലാവർക്കും, സമൂഹത്തിന് നന്മ വരണം. അതേസമയം ഈ മൂലധനം ഇറക്കുന്നവർക്ക് അവരർഹിക്കുന്ന റിട്ടേൺസ് വലിയ അത്യാർത്ഥിയൊന്നും ഇല്ലാതെ ആവശ്യത്തിനുള്ള മൂലധനത്തിനുള്ള റിട്ടേണും കൂടെ ഉറപ്പാക്കുകയാണെങ്കിൽ പ്രൈവറ്റ് സെക്ടറും ഗവൺമെൻറ് സെക്ടറും ചേർന്ന് പ്രവർത്തിക്കാൻ ഒരു ചുറ്റുപാട് ഒരുക്കാം. അത് ഒരുക്കേണ്ടതാണ്. ഇതിനു വേണ്ടത് പ്രാഥമിക തലത്തിൽ ചർച്ചകളാണ്. ഇപ്പോൾ നമ്മളിത് ചർച്ച ചെയ്യുന്നത് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ആൾക്കാർ ചിന്തിക്കാനും, അൾട്ടിമേറ്റ്ലി നമുക്ക് എന്താണ് വേണ്ടത്, ഒരു ഫുൾ പ്രൂഫ് ഹെൽത്ത് കെയർ സിസ്റ്റം നമുക്ക് നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ചും കേരളത്തിൽ, നമ്മളിപ്പോൾ സംസ്ഥാനത്തിനെ കുറിച്ച് പറയുമ്പോൾ സംസ്ഥാനത്ത് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. എവിടെ എന്ത് കുറവുണ്ട് എന്ന് നോക്കലും പഴിചാരലും മാത്രമല്ല, ആ കുറവ് എങ്ങനെ നികത്താം എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിനുള്ള വഴികൾ കണ്ടെത്തുകയും ചെയ്യുകയെന്നാണ് ഒരു നല്ല ഗവേണൻസിൻ്റെ ലക്ഷ്യം. അതായിരിക്കണം അതിൻ്റെ ലക്ഷണവും അതുതന്നെയാണ്. എവിടെ ഗവേണൻസ് ഇല്ല, അല്ലെങ്കിൽ എവിടെ ഗവേണൻസ് പിന്നോട്ട് മാറി നിൽക്കുന്നു, അവിടെയൊക്കെ നമ്മൾ കാണുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉദിച്ചു വരുന്നതാണ്. ഈ മാവോയിസവും അതുപോലെയുള്ള ശക്തികളുമൊക്കെ ശക്തി പ്രാപിക്കുന്നത് ഗവേണൻസ് ഇല്ലാത്തടത്താണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജനങ്ങളല്ലേ, നമ്മുടെ സമൂഹമല്ലേ, ആ സമൂഹം മാറ്റിയെടുക്കേണ്ട ചുമതല നമ്മുടെ എല്ലാവരുടെയല്ലേ. അങ്ങനൊരു ചിന്താഗതി വെച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും വിഭിന്ന അഭിപ്രായങ്ങളും ഒക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കേണ്ടതാണ്.
ശരി, ഏതായാലും ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ്. ഒരു നാടിൻ്റെ ആരോഗ്യം, അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത്തരം പദ്ധതികൾ അല്ലെങ്കിൽ ഇത്തരം ചിന്തകൾ, ചർച്ചകളും ഒക്കെ വീണ്ടും പരിഗണനയിൽ വരണം, സജീവമായി തന്നെ വരണം. PPPs, പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ്, അത് തീർച്ചയായും വലിയ നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ്. അതൊക്കെ വിഭാവനം ചെയ്യുക, പല ഇതുപോലുള്ള എക്സ്പെർട്ട് ഒപ്പീനിയൻസ് ഒക്കെ എടുത്തു വരുമ്പോൾ അതൊരു നാടിന് തന്നെ ഗുണം ചെയ്യും. അത് ചിലപ്പോൾ ലോകത്തിന് തന്നെ മാതൃകയായി മാറാം. പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനത്തിന് അത് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസവുമുണ്ട് പലർക്കും. വളരെ നന്ദി സാർ. താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.